കേരളത്തിൽ SIR നടപ്പാക്കുന്നത് നീട്ടിവച്ചേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടണമെന്ന ശുപാർശ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭ്യർത്ഥന കൂടി പരിഗണിച്ചാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഇടപെടൽ. SIRനെതിരെ ഭരണ പ്രതിപക്ഷ നേതൃത്വം രംഗത്തുവന്നു. SIRന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതുകൊണ്ട് SIR നീട്ടണമെന്ന അഭിപ്രായമാണ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഉണ്ടായത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സമാനമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചു. ഇതോടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം SIR നടപ്പിലാക്കിയാൽ മതി എന്ന ശുപാർശ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ നൽകിയത്. ഫലപ്രദമായിട്ട് നമുക്ക് നടത്തണമെങ്കിൽ ഇത് ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഒരു പ്രയാസം വരാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് തോന്നിയത്. അങ്ങനെയാണ് നമ്മൾ റെക്കമെൻഡേഷൻ കൊടുത്തത്. ഡിസംബറിൽ ആരംഭിച്ച മാർച്ചോടെ SIR നടപടികൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കറും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷാജഹാനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. SIR നടപടികളിൽ ആശങ്ക വേണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. 2004 കഴിഞ്ഞിട്ടുള്ള ജനിച്ചിട്ടുള്ള ആൾക്കാർക്ക് അച്ഛനും അമ്മയുടെ 2 വേണം, ഏതെങ്കിലും ഒരു 12 ഒരു ഡോക്യുമെന്റ് അവർക്ക് വേണം എന്നുള്ളതേ ഉള്ളൂ. SIR ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടില്ലാതാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. 60,000 വോട്ടോളം ഒരു നിയോജകമണ്ഡലത്തിൽ ചേർക്കേണ്ടതായിട്ട് വരും. 60,000 വോട്ട് പുറത്തു പോകും. ഈ 60,000 വോട്ട് ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ ഈ അസംബ്ലി ഇലക്ഷന്റെ ഇടയിൽ ചേർക്കാൻ പറ്റുമോ? അപ്പൊ തട്ടിപ്പാണത്. ബീഹാർ മോഡൽ തീവ്ര വോട്ടർ പട്ടിക പരിശോധന കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് LDF കൺവീനർ പ്രതികരിച്ചു. എല്ലാ കഴിവുപയോഗിച്ച് അതിനെ എതിർക്കുമെന്നും അതിനെ തടയുമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.